നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭരണനയങ്ങൾ തുടങ്ങുന്നതേയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രഖ്യാപനം കോൺഗ്രസ് സംയുക്ത സമ്മേളനത്തിൽ. ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതിക്ക് പകരമായി ഗാസയെ പുനർനിർമ്മിക്കാനുള്ള $53 ബില്യൺ പദ്ധതിക്ക് അറബ് നേതാക്കളുടെ അംഗീകാരം. സമാധാനത്തിനായി ഒടുവിൽ ട്രംപിന് മുന്നിൽ മുട്ടുകുത്തി ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ട്രംപിന്റെ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ സമ്മതം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് പനാമ തുറമുഖങ്ങളിലെ ഓഹരികൾ വിൽക്കാൻ ഒരുങ്ങി ഹോങ്കോങ് കമ്പനി. ഓസ്ട്രേലിയയിൽ 6 ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെട്ടതായി റിപ്പോർട്ട്. ജനങ്ങളോട് കരുതിയിരിക്കാൻ നിർദ്ദേശം. സമ്പദ് വ്യവസ്ഥയെ പുനർജീവിപ്പിക്കുവാൻ പുതിയ നീക്കവുമായി UK. ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടാനുള്ള ചർച്ച പുനരാരംഭിക്കാൻ നീക്കവുമായി UK. UKയിലെ പിന്നാക്ക വ്യാവസായിക പട്ടണങ്ങളെ പിന്തുണയ്ക്കാൻ പ്രതിരോധ ചെലവ് ഉപയോഗിക്കുമെന്ന ചാൻസലർ റേച്ചൽ റീവ്സ്. വാർത്തകൾ വിശദമായി. തന്റെ ഭരണനയങ്ങൾ തുടങ്ങുന്നതേയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫെഡറൽ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനും US വിദേശ നയം പുനഃക്രമീകരിക്കാനും അപകടകരമായ ഒരു വ്യാപാര യുദ്ധം വർദ്ധിപ്പിക്കാനുമുള്ള തന്റെ ശ്രമങ്ങൾ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ദിവസങ്ങളുടെ തുടക്കമാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ചൊവ്വാഴ്ച കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഇത് പ്രഖ്യാപിച്ചത്. ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതിക്ക് പകരമായി ഗാസയെ പുനർനിർമ്മിക്കാനുള്ള $53 ബില്യൺ പദ്ധതിക്ക് അംഗീകാരം നൽകി അറബ് നേതാക്കൾ. ഈജിപ്താണ് പുനർനിർമ്മാണ പദ്ധതി തയ്യാറാക്കിയത്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിച്ച ശേഷമായിരിക്കും ഈ പദ്ധതി നടപ്പാക്കുന്നത്. പാലസ്തീനികളെ മാറ്റി ഗാസയെ ഏറ്റെടുത്ത് അവിടെ വിനോദസഞ്ചാര കേന്ദ്രമാക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ അത് അറബ് രാജ്യങ്ങളെ ബാധിക്കും. സമാധാനത്തിനായി ഒടുവിൽ ട്രംപിന് മുന്നിൽ മുട്ടുകുത്തി ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കാനും തന്റെ രാജ്യത്തിന്റെ ധാതു സമ്പത്ത് US-ന് ലഭ്യമാക്കുന്ന ഒരു കരാറിൽ ഒപ്പുവെക്കാനും താൻ തയ്യാറാണെന്നും സെലൻസ്കി പറഞ്ഞു. ഓവൽ ഓഫീസ് സംഘർഷത്തിന് ശേഷം ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് സെലൻസ്കിയുടെ ഈ പുതിയ നീക്കം. സമാധാനത്തിനായുള്ള ഉക്രൈനിന്റെ പ്രതിബദ്ധതയാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് പനാമ തുറമുഖങ്ങളിലെ ഓഹരികൾ വിൽക്കാൻ ഹോങ്കോങ് കമ്പനി ഒരുങ്ങുന്നു. പനാമ കനാലിനു മേലുള്ള ചൈനയുടെ സ്വാധീനവും നിയന്ത്രണവും അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് സമ്മർദ്ദം ചെലുത്തിയ സമയത്താണ് ഈ കരാർ വരുന്നത്. US ധനകാര്യ ഭീമനായ ബ്ലാക്ക് റോക്കുമായി ഏകദേശം $23 ബില്യൺ വിലമതിക്കുന്ന കരാറിലാണ് ഹോങ്കോങ് ഏർപ്പെട്ടിരിക്കുന്നത്. 2047 വരെ ബാൽബോവ, ക്രിസ്റ്റോബൽ തുറമുഖങ്ങളുടെ നടത്തിപ്പ് കരാർ കൈവശം വച്ചിരിക്കുന്ന പനാമ തുറമുഖ കമ്പനിയുടെ 90% ഓഹരിയുടെ വിൽപ്പന ആഗോള ബിസിനസ് കരാറിന്റെ ഭാഗമാണ്. ഉക്രൈനായുള്ള സമാധാന കരാറിൽ ട്രംപിനൊപ്പം പ്രവർത്തിക്കാനുള്ള സെലൻസ്കിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ഉക്രൈന്റെ ശാശ്വതവും സുരക്ഷിതവുമായ സമാധാനത്തിനായി എല്ലാ കക്ഷികളും എത്രയും വേഗം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഉഗാണ്ടയുടെ തലസ്ഥാനമായ കബാലയിൽ നിന്ന് ബ്രിട്ടീഷ് കൊളോണിയൽ സ്മാരകങ്ങൾ നീക്കം ചെയ്യാനുള്ള കോടതി വിധിയെ സ്വാഗതം ചെയ്ത പ്രമുഖർ. തെരുവുകളിൽ നിന്നും സ്മാരകങ്ങളിൽ നിന്നും മറ്റ് ലാൻഡ്മാർക്കുകളിൽ നിന്നും ബ്രിട്ടീഷ് വ്യക്തികളുടെ പേരുകൾ നീക്കം ചെയ്യാൻ ജസ്റ്റിസ് മൂസ സെക്കാന നഗരാധികാരികൾക്ക് നിർദ്ദേശം നൽകി. 5 വർഷത്തെ പോരാട്ടത്തിനൊടുവിലാണ് വിധി വന്നിരിക്കുന്നത്. ഇതോടെ ഉഗാണ്ടയുടെ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന റോഡുകൾക്കും പാർക്കുകൾക്കും പുതിയ പേരുകൾ കണ്ടെത്തും. അഞ്ചാപ്പനി ചികിത്സയ്ക്കായി വിറ്റാമിൻ A, പോഷകാഹാരം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് US ആരോഗ്യ സെക്രട്ടറി റോബർട്ട് F. കെന്നഡി ജൂനിയർ. ഈ പ്രഖ്യാപനം ശിശുരോഗ വിദഗ്ധർ, വാക്സിൻ വിദഗ്ധർ, നിയമനിർമ്മാതാക്കൾ എന്നിവരെ ആശങ്കയിലാഴ്ത്തി. നേരത്തെ ടെക്സസിൽ അഞ്ചാപ്പനി മരണം ഉണ്ടായതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനം. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെ പ്രസിഡന്റ് ഡോക്ടർ സ്യൂ ക്രസ്ലി രംഗത്ത് വന്നു. ഓസ്ട്രേലിയയിൽ 6 ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെട്ടതായി റിപ്പോർട്ട്. കാറ്റഗറി 4 ചുഴലിക്കാറ്റിന് തുല്യമായ തീവ്രതയിൽ മണിക്കൂറിൽ 105 മൈൽ വേഗതയിലും ഏകദേശം 140 മൈൽ വേഗതയിലും കാറ്റ് വീശി. ഈ ചുഴലിക്കാറ്റ് ക്വീൻസ്ലാൻഡ് തീരത്തിന് ഏകദേശം സമാന്തരമായി നീങ്ങുകയാണ്. ആൽഫ്രഡ് കരയിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും തീരത്ത് എത്രത്തോളം അടുത്ത് കടന്നു പോകുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി ചുഴലിക്കാറ്റിനെ നിരീക്ഷിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ ചുഴലിക്കാറ്റ് പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് ക്വീൻസ്ലാൻഡിലെയും വടക്കൻ ന്യൂ സൗത്ത് വെയിൽസിലെയും വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തു. ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്. യമനിലെ ഹൂതി ഗ്രൂപ്പിനെ വിദേശ ഭീകര സംഘടനയായി പുനഃപ്രഖ്യാപിച്ച് US. ഇസ്രയേൽ ഹമാസ് യുദ്ധം
ആരംഭിച്ചതിനു ശേഷം ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലും കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിന് ശേഷമാണ് ഈ നടപടി. ഹൂതി ഗ്രൂപ്പിന് ഭൗതിക പിന്തുണ നൽകുന്ന ഏതൊരാൾക്കും ഉപരോധങ്ങളും പിഴകളും ഏർപ്പെടുത്തുമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രഖ്യാപിച്ചു. ഭീകരവാദ കേസിൽ ഇന്ത്യയിൽ തടവിൽ കഴിയുന്ന ബ്രിട്ടീഷ് ആക്ടിവിസ്റ്റ് ജഹദാർ സിംഗ് ജോഹൽ കുറ്റവിമുക്തനായി. ഇന്ത്യൻ അധികാരികൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ കോടതി തള്ളിയതിനെ തുടർന്നാണ് കുറ്റവിമുക്തനായത്. എന്നാൽ NIA ചുമത്തിയ അതേ കുറ്റസമ്മതമൊഴിയുടെ അടിസ്ഥാനത്തിൽ 8 കേസുകൾ കൂടി നിലനിൽക്കുന്നതിനാൽ ഇയാൾ ജയിലിൽ തന്നെ തുടരും. കോടതിക്ക് അദ്ദേഹത്തിനെതിരെ വിശ്വസനീയമായ തെളിവുകളൊന്നും സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ മോചനം ഉറപ്പാക്കാൻ UK വിദേശകാര്യ ഓഫീസിൽ വീണ്ടും സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്. തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ പുനർജീവിപ്പിക്കുവാൻ പുതിയ നീക്കവുമായി UK. ഇതിന്റെ ഭാഗമായി ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടാനുള്ള ചർച്ച പുനരാരംഭിക്കാൻ ഇന്ത്യൻ സഹമന്ത്രി പീയൂഷ് ഗോയലിനെ കാണാൻ ബിസിനസ് ആൻഡ് ട്രേഡ് സെക്രട്ടറി ജൊനാഥൻ റെയ്നോൾഡ്സ് ഞായറാഴ്ച ഡൽഹിയിലെത്തിയിരുന്നു. ഇന്ത്യയുമായുള്ള 15ാം റൗണ്ട് വ്യാപാര ചർച്ചകൾക്ക് ഈ യാത്ര തുടക്കം കുറിച്ചു. UKയിലെ പിന്നാക്ക വ്യാവസായിക പട്ടണങ്ങളെ പിന്തുണയ്ക്കാൻ പ്രതിരോധ ചെലവ് ഉപയോഗിക്കുമെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ്. പ്രതിരോധ ചെലവിൽ ഗണ്യമായ വർധനവ് വരുത്താനുള്ള സർക്കാരിന്റെ പദ്ധതികൾ പ്രകാരം UK കമ്പനികൾക്കും ജോലികൾക്കും മുൻഗണന നൽകുമെന്നും അവർ പറഞ്ഞു. 2027 ആകുമ്പോഴേക്കും പ്രതിരോധ ചെലവ് GDPയുടെ 2.5% സർക്കാർ വർദ്ധിപ്പിക്കുമെന്ന് കെയർ സ്റ്റാർമർ കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് റേച്ചൽ റീവ്സിന്റെ ഈ പ്രസ്താവന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെൽജിയത്തിലെ ആസ്ട്രിഡ് രാജകുമാരിയുമായി കൂടിക്കാഴ്ച നടത്തി. 300 അംഗ സാമ്പത്തിക ദൗത്യ സംഘത്തിന് നേതൃത്വം നൽകി ഇന്ത്യയിലെത്തിയ രാജകുമാരിയുടെ ഉദ്യമത്തെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രതിരോധം, കൃഷി, ജീവിതശാസ്ത്രം, നൂതനാശയങ്ങൾ, നൈപുണ്യ വികസനം, വിദ്യാഭ്യാസ വിനിമയം എന്നീ മേഖലകളിലെ നവപങ്കാളിത്തത്തിലൂടെ നമ്മുടെ ജനങ്ങൾക്ക് അനന്തമായ അവസരങ്ങൾ തുറന്നു നൽകുന്നതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനിലെ സൈനിക താവളത്തിൽ ചൊവ്വാഴ്ചയുണ്ടായ ഭീകരാക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. 30 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ബന്നൂവിലുള്ള സൈനിക താവളത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കൊല്ലപ്പെട്ടവരിൽ 6 പേർ സാധാരണക്കാരാണ്. ഇതിൽ 3 കുട്ടികൾ ഉൾപ്പെടും. 2 ചാവേർ ആക്രമണങ്ങളാണ് നടന്നത്. ചാവേറുകൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച 2 കാറുകൾ സൈനിക താവളത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. നിയമവിരുദ്ധ പുകയില ഉൽപ്പന്നങ്ങളുടെയും മറ്റു ബദൽ സംവിധാനങ്ങളുടെയും വിൽപ്പന തടയുന്നതിനുള്ള കർശനമായ ശിക്ഷകൾ നിർദ്ദേശിച്ചുള്ള ഭേദഗതിക്ക് ശൂറ കൗൺസിൽ അംഗീകാരം. 2009 പുകയില വിരുദ്ധ നിയമത്തിലെ ഭേദഗതികൾക്കാണ് ശൂറ കൗൺസിൽ അംഗീകാരം നൽകിയത്. ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്താൽ കുറ്റവാളികൾക്ക് 1 ലക്ഷം ദിനാർ വരെ പിഴയും 1 വർഷം വരെ തടവും വിധിക്കും. ഈജിപ്ത് ആതിഥേയത്വം വഹിക്കുന്ന അറബ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ UAE പ്രതിനിധി സംഘം കൈറോയിലെത്തി. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ പ്രതിനിധാനം ചെയ്ത് വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ അഹ്യാനാണ് സംഘത്തിന് നേതൃത്വം നൽകിയത്. UAEയിൽ 0% മേക്കിംഗ് ചാർജ് സ്വർണം വിൽക്കുന്നത് പ്രായോഗികമല്ലെന്ന് വ്യാപാരികൾ. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ വിപണിയെ ദോഷകരമായി ബാധിക്കുമെന്ന് ദുബായ് ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു. സ്വർണ്ണവില വീണ്ടും ഓൺസിന് 2900 ഉയർന്നു. അതേസമയം 22 ക്യാരറ്റിന് UAE സ്വർണ്ണവില 327.75 ദിർഹമാണ്. ഡോളറിന് UAEയിലെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന സ്വർണ്ണവിലയാണിത്. ലെബനാൻ പ്രസിഡന്റ് ജോസഫ് ഓൺ ഔദ്യോഗിക സന്ദർശനത്തിന് സൗദിയിലെത്തി. കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാനുമായി ചർച്ച നടത്തി. റിയാദിലെ അലിയമാമ കൊട്ടാരത്തിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. ലെബനാനിലെയും പശ്ചിമേഷ്യൻ മേഖലയിലെയും ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളും അവർക്കെതിരെ ശ്രമങ്ങളും ചർച്ച ചെയ്ത് ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള വഴികളും ചർച്ച ചെയ്തു. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. കന്നഡ ചലച്ചിത്ര നടി റെന്യ റാവു അറസ്റ്റിൽ. ദുബായിൽ നിന്ന് 12 കോടിയിലധികം വിലമതിക്കുന്ന 14.8 കിലോഗ്രാം സ്വർണം കടത്താൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നടി അറസ്റ്റിലായത്. ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു നടിയുടെ അറസ്റ്റ്. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടിയെ പിടികൂടിയത്. ഇനി കേരള ഹൈലൈറ്റ്സ്. CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. 30 ആണ്ടുകൾക്ക് ശേഷമാണ് കൊല്ലത്ത് പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായ കൊടിമര പതാക ജാഥകളും ദീപശിഖ പ്രയാണങ്ങളും ഇന്ന് പൊതുസമ്മേളന നഗരിയായ ആശ്രാമത്ത് സീതാറാം യെച്ചൂരി നഗറിൽ സംഗമിക്കും. സംസ്ഥാന സമ്മേളന സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ധനമന്ത്രി KN ബാലഗോപാൽ പതാക ഉയർത്തും. ജില്ലയിലെ 23 രക്തസാക്ഷി സ്മൃതി കുടീരങ്ങളിൽ നിന്നുള്ള ദീപശിഖ യാത്രകളും ഇന്ന് സമ്മേളന നഗരിയിലെത്തും. ഇത് സംഗമിച്ച് പ്രതിനിധി സമ്മേളന വേദിയായ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സ്ഥാപിക്കും.
ഏറ്റവും സുരക്ഷിതമായ ചെറുകിട സ്ഥാപനത്തിനുള്ള സർക്കാർ പുരസ്കാരം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കോട്ടയം പാല ഇന്റർലോക്ക് ടൈൽസ് യൂണിറ്റിന്. കേരള സർക്കാരിന്റെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ 2024 കേരള സംസ്ഥാന വ്യാവസായിക സുരക്ഷിതത്വ അവാർഡ് സഹകരണ മന്ത്രി VN വാസവൻ സമ്മാനിച്ചു. പ്ലാസ്റ്റിക്, ആയുർവേദ ഔഷധം, സ്റ്റോൺ ക്രഷർ, ഐസ് പ്ലാന്റ് തുടങ്ങിയ മേഖലകളിലെ 20 വരെ തൊഴിലാളികളുള്ള ഫാക്ടറി വിഭാഗത്തിലാണ് അവാർഡ്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ KP ജിനേഷ്, സൈറ്റ് ലീഡർ PT പ്രദീപ്, യൂണിറ്റ്സ് മാനേജർ ശരത് ലാൽ, എൻവയോൺമെന്റ് മാനേജർ B രാജേഷ്, അസിസ്റ്റന്റ് മാനേജർ RG രാഹുൽ, സീനിയർ അക്കൗണ്ടന്റ് ബിജുകുമാർ എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വൻകിട വ്യാവസായിക വിഭാഗത്തിൽ ഏർപ്പെടുത്തിയ 2024 മികച്ച വ്യാവസായിക സുരക്ഷാ അവാർഡ് HLL ലൈഫ് കെയർ ലിമിറ്റഡ് പേരൂർക്കട ഫാക്ടറിക്ക് ലഭിച്ചു. ദേശീയ സുരക്ഷാ ദിനമായ മാർച്ച് 4-ന് തിരുവനന്തപുരം KTDC മസ്കറ്റ് ഹോട്ടലിൽ നടത്തിയ ചടങ്ങിൽ കേരള സഹകരണ ദേവസ്വ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവനിൽ നിന്നും V കുട്ടപ്പൻ പിള്ള HLL ACP ആൻഡ് GPDC ഇൻചാർജ് അവാർഡ് ഏറ്റുവാങ്ങി. മികച്ച സുരക്ഷാ ഉദ്യോഗസ്ഥനായി ഫാക്ടറിയിലെ സേഫ്റ്റി ആൻഡ് എൻവയോൺമെന്റ് വിഭാഗം സീനിയർ മാനേജർ ഗോകുൽ V ബാബുവിനെയും മികച്ച സേഫ്റ്റി വർക്കറായി പേരൂർക്കട ഫാക്ടറി ജീവനക്കാരായ ഗംഗാധരൻ നായർ KPയെയും തിരഞ്ഞെടുത്തു. മീഡിയം കാറ്റഗറിയിൽ HLL ആക്കുളം ഫാക്ടറി ജീവനക്കാരനായ N അജീഷിനെ മികച്ച സേഫ്റ്റി വർക്കറായും തിരഞ്ഞെടുത്തു. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 111.38 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.09 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 92.5 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.28 US ഡോളർ. ഇനി സ്പോർട്സ്. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഫൈനലിൽ. സെമിഫൈനൽ പോരാട്ടത്തിൽ മുൻ ജേതാക്കളായ ഓസ്ട്രേലിയയെ 4 വിക്കറ്റിന് തോൽപ്പിച്ചാണ് രോഹിത് ശർമ്മയും സംഘവും കലാശപ്പോരിന് ടിക്കറ്റ് നേടിയത്. സൗത്ത് ആഫ്രിക്കയും ന്യൂസിലാൻഡും തമ്മിലുള്ള സെമിഫൈനൽ പോരാട്ടത്തിലെ വിജയികളാണ് ഫൈനലിൽ ഇന്ത്യയെ നേരിടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭരണനയങ്ങൾ തുടങ്ങുന്നതേയുള്ളൂ എന്ന് പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രഖ്യാപനം കോൺഗ്രസ് സംയുക്ത സമ്മേളനത്തിൽ. ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതിക്ക് പകരമായി ഗാസയെ പുനർനിർമ്മിക്കാനുള്ള $53 ബില്യൺ പദ്ധതിക്ക് അറബ് നേതാക്കളുടെ അംഗീകാരം. സമാധാനത്തിനായി ഒടുവിൽ ട്രംപിന് മുന്നിൽ മുട്ടുകുത്തി ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ട്രംപിന്റെ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ സമ്മതം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് പനാമ തുറമുഖങ്ങളിലെ ഓഹരികൾ വിൽക്കാൻ ഒരുങ്ങി ഹോങ്കോങ് കമ്പനി. ഓസ്ട്രേലിയയിൽ 6 ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെട്ടതായി റിപ്പോർട്ട്. ജനങ്ങളോട് കരുതിയിരിക്കാൻ നിർദ്ദേശം. സമ്പദ് വ്യവസ്ഥയെ പുനർജീവിപ്പിക്കുവാൻ പുതിയ നീക്കവുമായി UK. ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടാനുള്ള ചർച്ച പുനരാരംഭിക്കാൻ നീക്കവുമായി UK. UKയിലെ പിന്നാക്ക വ്യാവസായിക പട്ടണങ്ങളെ പിന്തുണയ്ക്കാൻ പ്രതിരോധ ചെലവ് ഉപയോഗിക്കുമെന്ന ചാൻസലർ റേച്ചൽ റീവ്സ്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.